മണ്ണെടുക്കുന്ന സ്ഥലം എത്തി കേട്ടോ ഗായ്സ്. നമ്മളങ്ങനെ ബാലൻസ് പരിപ്പട കയ്യിലുണ്ട്. ഹലോ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മുടെ പുതിയ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈശ്വർ നൂറ്റമ്പടിക്കകത്ത് പോയി അമ്പലപ്പുഴയിൽ റാന്നിയിൽ പോയി മണ്ണെടുക്കാൻ പോവാണ്. നമ്മുടെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചുതരാം. ഞാൻ വരുന്ന വണ്ടി ഇതാണ് നമ്മുടെ വണ്ടി, വീഡിയോക്കകത്തുള്ള വണ്ടി തന്നെ. പിടിയെടുക്കാം. വേറെ പണിയൊന്നും അമ്മേ നാരായണ. ഇതാ കാണുന്ന അവിടാണ് അമ്പലപ്പുഴ അമ്പലം. ഇവിടെ നേരെ തകഴി. ഇവരാണ് നമ്മുടെ യൂണിയൻകാർ ഇവിടുത്തെ. എന്താണ് വീഡിയോ കാണുന്നുണ്ടോ? വണ്ടി റെഡി ആയിട്ടില്ല. ടയറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ പപ്പട കമ്പനിക്കാരുടെ വീടായിരുന്നു. രാവിലെ എപ്പോ ഒന്ന് നമ്മൾ തകഴി കഴിഞ്ഞിരിക്കുകയാണ്. തകഴിയില് കൊയ്ത്ത് കഴിഞ്ഞു. അത്ര ഉണ്ടോ ലോഡ് കയറ്റും. പെരുമ്പാവൂർ കൊണ്ടുവന്നേ പാലക്കാട് കൊണ്ടുവന്നൊക്കെയാണ്. ഇത്തിരി ഒതുങ്ങി നിൽക്കൂ. പാലം പിന്നെ ചാട്ടം വന്നറിയാം. ബിൽഡിംഗ് ആണ് അവര് ആണ്. ഞാൻ എൻ്റെ ബൈക്കിൽ അടിച്ചു R15 130 വന്നിട്ടും ഞാൻ കൈവിട്ടില്ല. കുറച്ചുകൂടെ കയറത്തെ നേരെ വന്ന് ഞാൻ എന്റെ നെഞ്ചൊക്കെ പെടഞ്ഞ് പൊങ്ങിക്കഴിഞ്ഞപ്പോ കൈ നിൽക്കത്തില്ലെന്ന് പിന്നെ മനസ്സിലായത്. എപ്പോഴാ വെളുപ്പിനെ മിൽമ ഓട്ടാൻ പോകും വഴി എടത്തുവ പമ്പി AC കിടന്നോണ്ടിരുന്ന. അവിടം വരെ ഉള്ളു. അവിടുന്ന് തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി അരിപ്പാട് ചെല്ലുന്നത്. കാലിക്ക് അവിടെ തന്നെ കൊണ്ടിടും. നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്തപ്പോ പോയതായിരിക്കും. ശരിയാ. ഇതാണ് പച്ച ചർച്ച്. ഹെൽമറ്റ് ഒന്നും ഇല്ലാതെ പോവാ ചെന്ന് കയറി കൊടുക്ക്. ചുടുകാട്ടിൽ എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയാണ്. കുറെ വണ്ടി ഉണ്ട് അവർക്ക്.
കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത് ഇവിടെ കൊയ്തിട്ടില്ലല്ലേ, ഇവിടെ കൊയ്യാൻ പോകുന്നേ ഉള്ളൂ. കൊയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൊയ്യാൻ കിടക്കുക. ഇറ്റാച്ച് ചെയ്തിട്ട് മൊത്തം കോരിക്കൊണ്ട് വരണം. ഹൈവേയുടെ വണ്ടിയാ? അല്ല അല്ല, ആണോ? എന്താ അളവ്? ഭയങ്കര അളവ്. എക്സ്ട്രാ ബോഡിയും വെച്ചിട്ടുണ്ട്. ഏട്ടാന്ന് മാറി തരുമോ? അങ്ങനെ നമ്മള് എടത്തുവാ പാലം കയറി. അമ്മേ, ഒരു മൈക്കൂടെ ഉണ്ടെ പക്കായിട്ട് ഓഡിയോ കിട്ടും. ഒപ്പറം എടുക്കണം. നമ്പര് അവൻ ഇങ്ങോട്ട് ചോദിച്ചു, നമ്പര് പറയാൻ. എടത്തുവാപ്പള്ളിയാണേ, എടത്തുവാപ്പള്ളി. ചേച്ചി ഒന്ന് മാറൂ. അകോരി ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അതിന് പോയാ മതിയായിരുന്നു. ആ നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തുനിന്ന് വരുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഈ പോണ ടിപ്പറുകളെല്ലാം അതാ. നമ്മുടെ എടത്തുവ തറവാടാണ് ഇതേ കാണുന്നത്. എടത്തുവ തറവാട്. ഓ, എടത്തുവ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഒരു ഹായ് ഇട്ടേക്കണേ. മ്യൂസിക് വെക്കരുതേ, കോപ്പിറൈറ്റ്. കേറി വരട്ടെ, ഞാൻ എല്ലാം അടിച്ചു പോകും. എനിക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. ഏറ്റവും തൊലിഞ്ഞ പരിപാടിയാ ഇത്. ഇവിടെ സ്റ്റോപ്പാ, ഇവിടെ പാലോ, ഈ ചെറിയ പാലോ. അവിടെ കൊണ്ട് വണ്ടി നിർത്തിയാൽ പിന്നെ മൊത്തം ബ്ലോക്കാ. ഇവിടെ പമ്പുമില്ലോ? ഒരു മെമ്മറി കാർഡ് ഇന്ന് മേടിക്കും മിക്കവാറും. കുന്നുകണ്ടത്തിൽ 12 കിലോ വരുന്ന ഈ ഒരു ഈശ്വർ വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥലത്തൊന്നും വന്നതാണ്. നമുക്ക് ചെറിയൊരു പോസ്റ്റ് കിട്ടിയോണ്ട് നമുക്ക് നേരത്തെ പോകാൻ പറ്റില്ല. ബസ് ചവിട്ടി, ആ ബസ് ചവിട്ടിയ സ്ഥലം ആ പാലത്തിന് തൊട്ട് മുമ്പ്. ഇങ്ങനെയൊക്കെയാണ് ഈ KSRTC കൊണ്ട് ചവിട്ടുന്നത്. ഇവന്മാരെ കൊണ്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഗണേഷ് കുമാർ. ആംബുലൻസ് വരുന്നത്, ആംബുലൻസ്. ഒതുക്കിക്കോ 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 ഒതുക്കിക്കോ. നമ്മളൊതുക്കി ചവിട്ടി. സുധാ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, ഹരിപ്പാടല്ലേ? ആ ബൊലേറോ ഒതുക്കത്തുണ്ട്. കേറുന്നില്ലേ ആ വണ്ടി? നമ്മളും പോവാണേ. മാറ്. പിക്കപ്പ് എടുക്ക്. പുതിയ വണ്ടി വന്നത്. ആ, ടയറൊക്കെ കണ്ടിട്ട് സ്റ്റെപ്പിനെയൊക്കെ നോക്കി.
ഞാൻ കുറച്ച് നാൾ പിക്കപ്പ് അല്ലായിരുന്നു, ബാറ്ററി വാട്ടറുമായിട്ട്. നല്ല രസം ഓടിക്കാൻ. ഗായ്സ് ഒതുക്കിയാണ് മറ്റേതിന്, നല്ലൊരു നിർത്തലായിരുന്നു. അപ്പൊ അവന്മാർക്ക് ഒതുക്കാൻ അറിയാം. ഇതിന്റെ പാറുവാണ്, പാറു കൺസ്ട്രക്ഷൻ വരുന്നത്. അതെ അതെ, ഇത് നമ്മുടെ കിരണിന്റെ വണ്ടിയാണ്, കിരൺ ശേഖറിന്റെ വണ്ടി. ദ്വാരക ദ്വാരക. അതാണ് നമ്മൾ വന്നപ്പോ വന്ന വണ്ടിയാ. ആ വണ്ടിയല്ലേ? ഈ ഒരു കുഴി ഡേഞ്ചർ കുഴിയാണ്. ഗായ്സ് നമുക്കിനി അപ്പോൾ തിരുവല്ല എത്തിയിട്ട് കാണാം. ഗായ്സ് നമ്മൾ തിരുവല്ല കഴിഞ്ഞു. തിരുവല്ല ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 20 കിലോമീറ്റർ കൂടി ഒരു അരമണിക്കൂർ ഓട്ടം കൂടെ ഉണ്ട്. അരമണിക്കൂർ ചെല്ലുമ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന സ്ഥലത്തെത്തും. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടി മാറാൻ ഇത്തിരി പാടാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ചെറിയ റോഡുമാണ്, ഭയങ്കര തിരക്കാണ്. Everything will be okay. ഇവിടെ കുറെ നൈറ്റ് സർവീസ് വണ്ടികൾ എടുക്കുക ഈ സ്ഥലമൊക്കെ. ആറ്റിങ്ങൽ വണ്ടിയാ, KL16. സെന്റ് ജെയിംസ് കിടക്കുന്നു. എന്ത് പറ്റി ചേച്ചി? മാറി ചേച്ചി. കവിയൂര് പോകുന്ന വഴി അങ്ങോട്ടായിരുന്നു, അതാ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയുണ്ട് അവിടെ, അനുശ്രീ. നല്ല തിരക്കാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്രണ്ടി വണ്ടി ഇല്ലല്ലോ, ഒന്ന് കേറിപ്പോ. ഓട്ടോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അത് എങ്ങോട്ട് വേണമല്ലോ എപ്പോ വേണം തിരിയാ. എപ്പോ ഇട്ട് ഇൻഡിക്കേറ്ററാ? രാത്രി ഓഫാക്കിയപ്പോ ഇട്ടതാ. എന്നാ ഇൻഡിക്കേറ്റർ അടക്കുന്നേ, ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ കാണുന്നില്ല, ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നീ പോടേറക്ക. ഡോക്ടർ ചേട്ടാ ഒന്നൊതുക്കിത്താ. എത്രയാണോ? 35-30 കണ്ടി പോകുന്നു ഉരുട്ടിക്കൊണ്ട്. ബാക്കിയുള്ളതിനെ മെനക്കെടുത്താൻ വേണ്ടി രാവിലെ ഇറങ്ങിക്കോളൂ. ഞാൻ ഒന്നൊതുക്കിത്താ. ഏതൊക്കെ കഥയും പറഞ്ഞിട്ടൊക്കെ പോവുക. ഡോക്ടറൊന്നും അല്ലത്, ഏതോ പാർട്ടിക്കാരനെ കണ്ടത്. പറപ്പിച്ച് ഇടുവാപ്പാ. സുമാടെ വണ്ടി ഇഷ്ടം പോലെ 12 കിലോ അവർക്ക്. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ചേച്ചിയാണ് അതിന്റെ ചേച്ചി ഇതിന് വെച്ച് തരാൻ പറ്റുമോ ചോദിക്കും. എന്നാ വെച്ച് തരാൻ പറഞ്ഞു. ചേട്ടാ ഫാൻ കിട്ടി, പിന്നെ ഒരു കംപ്രസർ വേണം ഇവര് പറയുന്നത്. എന്തിനാ അത്? എനിക്കറിയില്ലേ. ഒന്ന് മാറ്റി ചേട്ടാ. എന്തോ ഇത്? $35 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഈ കാറുകാരൊക്കെ നമ്മളെ നിരക്കെടുത്താൻ വേണ്ടി ഒരു അപ്പാപ്പനാ വണ്ടി ഓടിക്കുന്നത്. ആ വണ്ടിക്ക് മൈലേജ് പിടിക്കുന്നത്. ഒതുക്കണമെങ്കിൽ അങ്ങ് ഓട്ടോ ഇറങ്ങി വരുന്നുണ്ട്.
ഇവിടെ കിറ്റ് 70 രൂപ, അവിടെ നേരത്തെ 60 രൂപ. സാധനം എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. അതാ ഓടിപ്പോ. ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ ഗൈസ്. ചവിട്ടിക്കോ. അവിടെ രാവിലെ പോയി നല്ല മണ്ണായിരുന്നു. ആലപ്പുഴ വണ്ടിയാണ്. ഈ വീഡിയോയിൽ കാണുന്നവരൊക്കെ, ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല വെയില, പൊള്ളുന്ന വെയില. ചേട്ടാ ഒതുങ്ങിപ്പോ. ഇങ്ങനെ ഒതുങ്ങിപ്പോയാൽ നമുക്ക് സുഖമായിട്ട് എടുത്തോണ്ട് പോവാം. ലിവറേജ് കുമാറ വണ്ടി എന്ത് ഓട്ടോ വരണേ. സെന്റ് ജെയിംസ് ദൈവമേ, രാമ പതുക്കാൻ പോവാ പുറകെ. ഇനിയൊരു 10-15 മിനിറ്റും കൂടെ വീഡിയോ ഉണ്ട്. നമുക്ക് എത്താനുള്ള സ്ഥലമുണ്ട്. ഇത് നമ്മുടെ അപ്പുറത്തെ വണ്ടിയാണ് ഈ വരുന്നത്. നെല്ലാടെന്ന് പറഞ്ഞ സ്ഥലത്ത്, നെല്ലാട്. ഇനി കുറച്ചുകൂടെ പോയാൽ മതി. ഇരപ്പി പേരൂർ എന്നൊരു സ്ഥലം കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന സ്ഥലത്ത് എത്തും. അപ്പോൾ ഓക്കെ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഞങ്ങൾ അടുത്ത ചെറിയ വഴിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഹൈവേ നല്ല മാറി ചെറിയ വഴിയിലോട്ട് കയറി. അപ്പോൾ ഇവിടുന്ന് നേരെ റാന്നിക്കുളം റൂട്ടിലോട്ടാണ് നമ്മൾ കയറി. നമ്മൾ വെണ്ണിക്കുളം റാന്നി എന്ന റോഡിലോട്ട് വണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. മാറ് എല്ലാവരും മറിക്കൂ. മാറ്. ചായക്കട 12 മണിയാകുമ്പോൾ അമ്മ ചായ ഇടും. പെർ ഡേ 5000 രൂപ ബാലൻസ്. ഇവിടെ ഉണ്ടെണ്ണ നമ്മുടെ മാവേലിക്കര ഒരു അപ്പൂപ്പന്റെ കടയുണ്ട്, 2 അപ്പൂപ്പന്മാരുടെ. ആ, ഉണ്ണിയപ്പം. അതിന് ഐസാ. അവിടെ മുട്ട പുഴുങ്ങിയത് എല്ലാം ഉണ്ട്. രാവിലെ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ലോഡ് എടുക്കാൻ വരുന്ന വേറൊരു വണ്ടിയാണ്. നമ്മൾ വെണ്ണിക്കുളം കഴിഞ്ഞു, ഇനി പ്ലാങ്കമണ്ണോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത്തിരി വിട്ട് നിൽക്കണം, ഇല്ല പുറകെ വരുന്ന വണ്ടി നമ്മുടെ തലയ്ക്ക് കയറും.
പക്ക റോഡാ. കയറ്റിറക്കുവാണേലും നല്ല കിടിലൻ റോഡാ. അവൻ വന്നു. അവൻ പിന്നെ അടുത്തെത്തി. നമ്മൾ പതിയാണ് പോകുന്നത്. അവൻ നല്ല സ്പീഡിലായിരുന്നു. റബ്ബറും തോട്ടമൊക്കെ എത്തി. റബ്ബറും തോട്ടം നേരെ എന്തിനാ ബ്രേക്ക് വല്ല പോകണേ പള്ളിയിലോട്ട് ഇടിച്ച് കയറ്റിയേക്കാം. വിചാരിക്കട്ടെ ഗേറ്റ് പണിച്ചിട്ടാണ് നീ ഇത് പറയുന്നത്. നല്ലൊരു പള്ളിയായിരുന്നേ. ഞാൻ മറ്റേ അതല്ലാണ് തെന്മലയിൽ ഞാൻ കാണിച്ചിട്ടില്ലേ മറ്റേ സ്വിഫ്റ്റ് കിടക്കുന്ന വീട്. അതോ സംഭവിക്കണ്ട്. അത് ഒരു ഇതിന്റെ മുൻനിർത്തി കയറ്റം. അത് തെന്നൊക്കെ ചെയ്യും. ടയറ് നല്ലതായിരിക്കണം. ഒരുമാതിരി വലിയ മഴയാണെന്ന് കേറത്തില്ല. തെന്നു നമ്മുടെ പുറകെ വരുന്ന വണ്ടി പറന്നോണ്ടിരിക്കുക. പുള്ളി എന്തിനാണോ ഇങ്ങനെ ഇത് പറക്കുന്നത്? ഗായ്സ് അത് കേറി വരുന്നു. ഗായ്സ് കേറി വരുന്നു. പോയി നല്ല സ്പീഡിലാ പോണേ. ടോപ്പ് ഗിയർ വീണിട്ടില്ല ഇപ്പോഴും. ഡീസൽ കളയോ 500 രൂപ വ്യത്യാസം വരും. അതാ ഇതിവിടെ നമ്മൾ വെളുപ്പിനെ വന്ന പോളി വ്യൂ ആണ്. 6 മണി പരുവത്തിലൂടെ വന്നു. റബ്ബറും തോട്ടാണ്. തടിയൂർ നമ്മൾ തടിയൂരെത്തി. തടിയൂര് ജംഗ്ഷനാണിത്. തടിയൂർ ഇവിടുന്ന് എത്ര കിലോമീറ്റർ? അത് തന്നെ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇത് മക്കളെ ഇങ്ങോട്ടോടെ നോക്ക്. തടിയൂർ ബാങ്ക് ജംഗ്ഷൻ. തടിയൂരുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. $10,000 സബ്സ്ക്രൈബേഴ്സിനാകുമ്പോൾ എന്തെങ്കിലും ഫണ്ട് കിട്ടുമായിരുന്നെങ്കിൽ എന്തെങ്കിലും കൊടുക്കായിരുന്നു. ആകട്ടല്ലേ. ഞങ്ങളുടെ വഹാബിക്കയുടെ കടയിൽ നിന്ന് പൊറോട്ടയും ബീഫ് കറിയും മേടിച്ചായിരുന്നായിരിക്കും. തെരഞ്ഞെടുക്കുന്ന 10 പേർക്ക് പൊറോട്ട ബീഫ് കറി സെറ്റ്. ഞാനുണ്ടാവും, മനുണ്ടാവും, ഞങ്ങളുടെ ജിതിൻ ചേട്ടനും ഉണ്ടാവും. ആരും വന്നില്ലേലും ഞങ്ങൾക്ക് തന്നെ ഗീവ് അവേ. ഞങ്ങള് പൊറോട്ട. ഗായ്സ് എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. പിന്നെ കുറെ വീഡിയോ ഡിലീറ്റ് ചെയ്ത്. ഒരു മെമ്മറി കാർഡ് മേടിക്കാൻ പോലും പൈസ കിട്ടത്തില്ല. നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. നല്ല ഒരു എത്താറായി.
ഈ കയറ്റാണ് നമ്മൾ കയറേണ്ട സെന്റ് മാർത്തോമ ചർച്ച്, സെന്റ് തോമസ് മാർത്തോമ ചർച്ച്. നമ്മൾ എത്തി ഗായ്സ്, മണ്ണെടുക്കുന്ന സ്ഥലം എത്തി ഗായ്സ്. ഇനി അവിടെ വെച്ച് കാണാം. നമ്മളിത് മണ്ണെടുക്കുന്ന സ്ഥലം എത്തി കേട്ടോ. നമ്മൾ കറക്റ്റ് എത്തി, ആരുമില്ല. ഇങ്ങനെയാണ് മട. കണ്ട ഗായ്സ്, ഇതാണ് മണ്ണെടുക്കുന്നത്. ഇങ്ങനെയാണ്, ഇവിടെ നിന്നാണ് മണ്ണെടുപ്പ്. നല്ല മണ്ണാണ്. നല്ല ലോഡുണ്ട്, നല്ല ലോഡുണ്ടത്. AC അല്ലേ? ഇറ്റാച്ചി AC-യാ. അതല്ലേ നമ്മള് രാവിലെ അടിച്ചു വണ്ടി ടെസ്റ്റിന് ടെസ്റ്റ് ആയിരുന്നു. അത് ലോഡായി, ആ ഇച്ചർ ലോഡായി. ആ വണ്ടി പായിടും, പായിട്ട് മൂടിയിട്ട് വണ്ടി പാസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇത് SML, ഇത് എയ്ച്ചർ. രണ്ടും അളവൊക്കെ ഏകദേശം സെയിമാണ്. ഓരോ കമ്പനിയുടെ വണ്ടിയാണ്. എവിടെ ഇടുന്നു? അപ്പുറത്ത് തന്നെ. ഈ വണ്ടിയാണ് നമ്മൾ നേരത്തെ ഓവർടേക്ക് ചെയ്തപ്പോൾ. മറ്റേ ഉല്ലാസം പറഞ്ഞിട്ട് ആ വീട്ടുകാരി വെട്ടിടാൻ പോവാ. ഞാൻ ഒരു മഴയ്ക്ക് വേണ്ടി ഒന്ന് റീച്ച് നമ്മൾ റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് പിടിക്കണം വണ്ടി. അപ്പുറത്ത് വണ്ടങ്ങാട് നമ്മള് ഇവിടെ തുടങ്ങി JKR അസോസിയേറ്റ്. നമ്മുടെ വണ്ടിക്ക് ലോഡ് കൂടുതൽ കാണും, കാരണം നമ്മുടെ വണ്ടിക്ക് എക്സ്ട്രാ ബോഡി ഉള്ളതുകൊണ്ട് ലോഡ് കൂടുതൽ കാണും. ഈ വണ്ടിക്ക് എക്സ്ട്രാ ബോഡി ഇല്ല, ആ വണ്ടിക്ക് എക്സ്ട്രാ ബോഡി ഇല്ല. അത് വന്ന വണ്ടിക്കൊന്നും എക്സ്ട്രാ ബോഡി, നമ്മുടെ വണ്ടിക്ക് എക്സ്ട്രാ ബോഡി ഉണ്ട്. ആ ലോഡ് നിറച്ച് ഒന്ന് ഇരുത്ത് നിന്നിട്ട് ആ ഇറ്റാച്ചിയുടെ കൈക്കൊന്ന് ഇരുത്ത്. ആ ഡ്രൈവർ അതാ പറഞ്ഞത്. ആ വണ്ടി ഇറക്കിയിട്ട് ഈ വണ്ടി പിടിക്കാൻ പോകണം. നമ്മുടെ വണ്ടി ലോഡായിട്ട് കാണാവേ. അപ്പോൾ ഇല്ല, സ്പേസ് ഇല്ല ഒന്നാമത്തെ ഫോണിൽ. നമ്മുടെ വണ്ടി ലോഡാകാൻ പോണേ. നമ്മുടെ വണ്ടിക്ക് എക്സ്ട്രാ ബോഡി ഉണ്ട്, എത്രയും അതിലൂടെ കൂടുതൽ കിട്ടും.
10-25-30 അടിയെങ്കിലും കൂടുതലാണ് എല്ലാ വണ്ടിയെക്കാട്ടിലും. ഒരു ബക്കറ്റ് ഇട്ടു. രണ്ടാമത്തെ ബക്കറ്റ് ഇടാൻ പോകുന്നു. നിറച്ചെടുക്കുന്നില്ല. ഇടും 9. മറ്റേ വണ്ടിക്കൊക്കെ 8 കയ്യാ, ഇത് 9. അത്യാവശ്യം നല്ല ലോഡിനകത്ത് കയറും. ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഈ വണ്ടിയിലൊക്കെ ചെറിയ ലോഡാണ്. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. ഒന്ന് പോയി പടുത ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇത്രയും വണ്ടിയുണ്ട്, രാവിലെ ഇതിലും വണ്ടിയാണ്. പായിടാൻ പോണു. ഞാൻ പായിടാന്ന് സഹായിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പോരാ. ഗായ്സ്, നമ്മളങ്ങനെ പടുത കെട്ടി ഒരു തരി പോലും പുറത്തു പോകാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അമ്പലപ്പുഴയ്ക്ക് പറക്കാം. അമ്പലപ്പുഴയിൽ ലോഡ് കണ്ടൊരു പറഞ്ഞാൽ കേട്ടോ, അത്ര എക്സ്ട്രാ ബോഡി വെച്ചാണ് നമ്മൾ തരുന്നത്. കണ്ട ചിരി കണ്ട്. ആ വണ്ടിയൊക്കെ കാട്ടിലും ഈ വന്ന വണ്ടികളെക്കാട്ടിലും എല്ലാത്തിനും ലോഡ് നമുക്ക് കൂടുതലുണ്ട്. അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ സാധനം അടിക്കുന്നത്. ഇത് പ്രമോഷനൊന്നും അല്ല കേട്ടോ, നമ്മുടെ വണ്ടി തന്നെ ഇത്. വണ്ടിയുടെ പേര് നോക്കിക്കോ, അമ്മേ നാരായണ. അപ്പോൾ ഇനി നേരെ അമ്പലപ്പുഴ. എങ്ങനെ എടുക്കും?
ഇനി നമുക്ക് അമ്പലപ്പുഴ പിടിക്കാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ചിലപ്പോൾ 2 എണ്ണം എടുത്ത് ഇനി ചിലപ്പോൾ ഒരെണ്ണം കാണും, ചിലപ്പോൾ വരും. ഞാൻ കാണത്തില്ല, എനിക്ക് ഓട്ടം ഉണ്ട്. പോയേക്കാം. നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഇനി ഇവിടുന്ന് നമ്മൾ ലോഡ് ഗിയറിലാണ് ഇറങ്ങുന്നത്. ഇറക്കം ഇത് വീഡിയോക്കകത്ത് കണ്ടാൽ മനസ്സിലാകത്തില്ല, പക്ഷെ നല്ല ഇറക്കമാണ്. അതാണ് മണ്ണിൻ്റെ പാസ് വരുന്നത്. നമ്മൾക്കെന്തോ അഹങ്കാരമുണ്ട്. നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ചെന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കണ്ട കാഴ്ച തന്നെ ഇത്തിരി പതിയെ പോകണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ പതിയെ പോയി ഇനി ഓരോ മെയിൻ സ്പോട്ട് എത്തുമ്പോഴത്തേക്ക് വീഡിയോ ഓണാക്കാം, ഇല്ലെങ്കിൽ ഫോണിൽ മെമ്മറി ഫുള്ളായിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞപ്പോൾ വിശക്കുന്നു. സമയം ഇപ്പോൾ 1:15. നമ്മളിവിടെ വണ്ടി ഒതുക്കി ഇപ്പോൾ ബജ്ജി കഴിക്കാനൊരു മോഹം. ഇതെങ്ങനെ ഓടി പറന്നു പോയോ? ഇവിടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു ബജ്ജി കട കയറി 2 ബജ്ജി കഴിച്ചിട്ട് വരാം. ഗായ്സ്, ഞങ്ങളങ്ങനെ 9 കടിയും 2 ചായയും കഴിച്ചു. സമയം 1:25. 9 കടിയും 2 ചായയും കുടിച്ച് ബാക്കി പാഴ്സലെടുത്ത് ഇനി നമുക്ക് നമ്മൾ ഡ്രൈവർ ചായ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് പോകാം. നല്ല ചായക്കടയാണ്. ഏത് കറക്റ്റ് പറയുകയാണെങ്കിൽ വള്ളംകുളം പാലം കഴിഞ്ഞ് ഇപ്പുറത്തെ നല്ല കിടിലൻ ചായ, കടിയും നല്ലത്. നമ്മുടെ വണ്ടി ഇതാണ്. ബാ 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 ബാ. നമ്മുടെ വണ്ടി അമ്മേനാരാണ്. അമ്പലപ്പുഴ ഈ സൈഡിലും ലോഡ് ഇറക്കണം. അമ്പലപ്പുഴ ആലപ്പുഴ സൈഡിൽ ലോഡ് ഇറക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പൊളിയുന്ന വെയിൽ, എൻ്റെ പൊന്നളിയാ. അയ്യോ, പൊള്ളുന്നു. ആ, നല്ല ചായ, നല്ല കടിയ. വള്ളംകുളത്ത് വന്നിട്ട് ചായക്കട കയറിയാണ് ഈ പാലത്തിനപ്പുറത്ത്. ആ, ഇതും കുറ്റം പറയാനില്ല. ഇത് ഇതുവഴി പോയാൽ നമുക്ക് കോതറപ്പം. ഇത് പിന്നെ കുഴപ്പമില്ലല്ലേ, ഇപ്പൊ കുറ്റം പറയാനില്ലല്ലോ. നമ്മളങ്ങനെ തിരുവല്ല കഴിഞ്ഞ് കൊടിയാടി റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. തിരുവല്ല, അമ്പലപ്പുഴ, കൊടിയാടി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി പൊക്കോണ്ടിരിക്കുകയാണ്. മേഘം കണ്ടില്ല, നല്ല രസമില്ലേ? ഓട്ടോയൊക്കെ നമ്മൾ ഓട്ടോയ്ക്ക് ചെയ്ത് പോന്നു. കണക്കൂട്ട് വെണ്ണിക്കുളം എത്തിക്കാം.
അതെല്ലാം കഴിഞ്ഞ് ഇനി ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തുമ്പോൾ നമ്മൾ അമ്പലപ്പുഴ നമ്മുടെ നാട്ടിലെത്തും. 26 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ലോഡറൊക്കെ ഇട്ട് കാണാം. ഗായ്സ് നമ്മളപ്പോൾ കരുമാടി എത്തിയിരിക്കുകയാണ്. കരുമാടി പാലം. ഇവിടുന്ന് നമ്മൾ അടുത്താണ് ലോഡറൊക്കെ. ഇവിടുന്ന് യൂട്ടാൻ എടുത്ത് കറങ്ങി വേണം പോവാൻ. ഗായ്സ് അങ്ങനെ നമ്മൾ ലോഡറക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടില്ലേ. ഇവിടുന്ന് ഈ ശേഷിക്കുന്ന ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിച്ച് ഒന്ന് ഒടിച്ചിറക്കണമെങ്കിൽ പറ്റത്തില്ല. ഇവിടെ പൊട്ടേ റെയിൽവേ ട്രാക്കാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക്. പൊട്ടെ കറക്റ്റ് വഴിയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ട. ഇത് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞതിലെ കൂടെ ടോറസ് പോകുന്ന വഴിയാണ്. മെഷീൻ കിടക്കുന്നു. ബൈക്ക് വരണം. മണി പടുത് ഇരിക്കട്ടെ. ആണോ? ഒഴിച്ചില്ലേ? ചൂടാ കേട്ടോ, കൊണ്ട് ഒഴിക്കണം. ചൂട് ഒഴിക്കണം, ഡേഞ്ചറാ. കുപ്പി നമ്മുടെ വണ്ടിയിൽ ഇത്രയും ലോഡ് കൂടുതൽ വരും. പഴുത് നടക്കട്ടെ. ഈ ഫൗണ്ടേഷൻ മൊത്തം നമ്മൾ അടിച്ച.
എന്ത് വെയില. ഒരു മിനിറ്റ് എടുക്കല്ലേ ഫ്രണ്ട് ബാക്ക് എടുക്കല്ലേ. അത് മാറ്റിയില്ല, ഇവിടുന്ന് പോവണ്ട. പോട്ടെ. ഇരിക്കുക, അവിടെ ഇരിക്കുക. അവിടെ പൊങ്ങിയണ്ണ, അപ്പറ പൊങ്ങുവോ? അവിടെ വണ്ടി ഇരുന്നു. എങ്ങോട്ടടിക്കാനാ? ഓടി വന്നാ കേറിപ്പോവും. പട്ടിപ്പണിയാ ഗൈസ്. എല്ലാ പണിക്കും വിളിച്ചാൽ മതി. ലോഡുണ്ട്, പാറപ്പണി, കമ്പിപ്പണി. അത് തെങ്ങക്കറുന്നുണ്ട് ചേട്ടൻ. നേരെ ഒറ്റ ഓടിച്ചിങ് കയറ്റി. അങ്ങനെ മണ്ണെല്ലാം മാറ്റിയിട്ട് മനുമോൻ പിന്നെയും വണ്ടി എടുത്ത് കാലെടുത്തുവാ. കാലിട് കൊടുത്തുവാ. അങ്ങോട്ട് ഇത്തിരി ഫ്രണ്ട് പോയിട്ട് വാ, കയറത്തില്ല. ഇവിടെ ഇരിക്കുവാണ്. അവിടെ പൊങ്ങുമ്പോൾ ഇവിടെ ഇരിക്കും. എന്താ അപ്പോൾ പ്ലാൻ മാറ്റി അങ്ങോട്ട് കയറ്റാന്നായി. ബാബാ ഫ്രണ്ട് പോവല്ലേ. നേരാക്ക് ഇരിക്കുക. മതി മറ്റേത് മൂടും. ആണോ? പോവും. പോട്ടെ. മതി. ഗായ്സ്, അങ്ങനത്തെ ഒരു ലോഡ് നമ്മളിവിടെ കൊണ്ടുവച്ച് പട്ടി പൊരിക്കല്ലേ. അപ്പോൾ നമ്മളിനി വീട്ടിലോട്ട് പോകണം. കിട്ടത്തില്ല. ഉയ്,
ലെഫ്റ്റ് ആക്ക്. പോലെ പോവാം. അപ്പം പോവാം. ഞാൻ ചോദിക്കാൻ ഇരിക്കുമല്ലോ. ബൈ ബൈ. ആ മെഷീൻ ബൈ ആണോ അറിയില്ല. എന്നാൽ ഇതുവഴി ടോറസ് പോകുന്ന പറഞ്ഞാൽ ആരായിരിക്കും? ഈ വഴി എങ്ങനെ ആ ടോറസ് പോകുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് എന്നിട്ടാ ബാലൻസ് പരിപ്പട കയ്യിലുണ്ട്. 2:42 ഇപ്പോൾ വണ്ടി ഒതുക്കി. ഇന്നിനി പോണില്ല. അപ്പോൾ ഇന്നത്തെ കണക്ക് നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. വീട്ടിൽ ചെന്ന് ഇത്തിരി വെള്ളം കുടിക്കുക. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കുക. ഞങ്ങളെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പണിയുണ്ടെ തരിക. ജീവിച്ചു പോട്ടെ. ശരി എന്നാ, ബൈ.